ഹായ് കൂട്ടുകാരെ, ഓണസദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഭവമാണ് കേട്ടോ ഇത് നമ്മുടെ കൂട്ടുകറിയാണ്. ഈ കൂട്ടുകറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കി വരാം. ഇതിനായിട്ട് ചേന, കായ, കുമ്പളം എന്നിവയാണ് ആവശ്യമായിട്ടുള്ളത്. ചെറിയൊരു കഷ്ണം കായ മതി കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനൊരു കായയുടെ പകുതിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. തോലൊക്കെ കളഞ്ഞു. ഈ ഒരു ഷേപ്പിൽ 3 പച്ചക്കറികൾ നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് തിക്കാവരുത്, ഒരുപാട് വലുപ്പം ആവരുത്, എല്ലാം ഈ ഒരു കണക്കിന്. പിന്നെ ഇത് നമ്മുടെ കടലപ്പരിപ്പ് നല്ലോണം കഴുകിയതിന് ശേഷം തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഒരു പാത്രം വെച്ച് കൊടുത്തു, അതിലാദ്യം വെള്ളം വെച്ച് തിളപ്പിച്ചു. അതിലേക്ക് നമ്മൾ കഴുകി എടുത്തിട്ടുള്ള കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേവാനായിട്ട് വെക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് 3 കൂടി ഒരു പാത്രത്തിൽ വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കഴുകി വെള്ളം വാരാനായിട്ട് ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ട് മാറ്റി വയ്ക്കാം. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ കടലപ്പരിപ്പ് പകുതി വേവായിട്ട് വന്നിട്ടുണ്ട്. പകുതി വേവിൽ നമ്മൾ ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ പച്ചക്കറികൾ ഇട്ട് കൊടുക്കുകയാണ്. ബാക്കിയുള്ള വേവ് ഈ പച്ചക്കറികളുടെ കൂടെ ആവട്ടെ. അങ്ങനെ ആ ഒരു കടലപ്പരിപ്പിലേക്ക് പച്ചക്കറികൾ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. അതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബാക്കിയുള്ള പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കണം. നന്നായി തിളച്ച് വരുന്ന സമയത്താണ് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഓരോരോ സ്പൂൺ വീതം ഇട്ട് കൊടുക്കുക. അതിന് ശേഷം കുരുമുളക് പൊടി ഒരു 2-3 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടിയാണ് ഇതിലേക്ക് കൂടുതലായിട്ട് ആവശ്യമുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഇതൊന്ന് വേവാനായിട്ട് വെക്കണം. നമ്മളെടുത്ത ചേനയ്ക്ക് നല്ല വേവുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒഴിച്ചെടുത്ത വെള്ളം മതിയായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ചുടുവെള്ളം ഒഴിച്ചെടുത്ത് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അത് വേവുന്ന സമയത്ത് നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. ഒരിത്തിരി നാളികേരം, ഒരു പച്ചമുളക്, ഒരിത്തിരി ചെറിയ ജീരകം, ഇത് 3 കൂടി കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല രീതിക്കൊന്ന് അരച്ചെടുക്കണം കേട്ടോ. ഒരിത്തിരി വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ അരച്ചെടുത്ത് വന്നപ്പോൾ അതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇതാണ്. സംഭവം നമ്മൾ ഒരിത്തിരിയല്ലേ അരയ്ക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു രീതിക്കാണ് അരഞ്ഞ് കിട്ടുക. പക്ഷേ ഒരു കുഴപ്പമില്ല കേട്ടോ, ഇങ്ങനെ ആയിരുന്നാലും മതി. അപ്പോൾ ഞാനത് അരച്ചതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതിനുശേഷം നമ്മുടെ ചേനയുടെ അവസ്ഥ ഒന്ന് വന്ന് നോക്കിയപ്പോൾ ചേന ഈ ഒരു സമയത്ത് നോക്കിയപ്പോൾ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വെന്തത് കാരണം നമ്മളിതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കുകയാണ്. എല്ലാ പച്ചക്കറികളും നല്ല രീതിക്ക് വെന്തതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാവൂ കേട്ടോ ശർക്കര. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ പച്ചക്കറികൾ വേവൂല. അപ്പം ഇനി ഈ ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്യണത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതിവിടെ മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നതിൻ്റെ കൂടെ നമുക്കപ്പുറത്ത് നാളികേരം വറുക്കുകയും കൂടി വേണം കേട്ടോ. അപ്പോൾ ഇതിവിടെ ഇരുന്ന് മെൽറ്റ് ആവട്ടെ. ഈ ഒരു സമയം കൊണ്ട് നമ്മളിതാ ചിരകി വെച്ചിട്ടുണ്ട് നാളികേരം. അതെടുത്ത് അതിൽ നാളികേരത്തിൻ്റെ ഈ കഷ്ണങ്ങളൊക്കെ ഈ ഒരു പരുവത്തിലൊക്കെ വീണിട്ടുണ്ടായിരുന്നു. ചിലതൊക്കെ നല്ല രീതിക്ക് കിട്ടിയിട്ടുണ്ട്, ചിലതൊക്കെ ഇതുപോലെ അടർന്ന് വീണിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒരേ ഒരു വലുപ്പത്തിനായി കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. നാളികേരം എല്ലാം ഒരേ ഒരു വലുപ്പത്തിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് വളരെ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതുകൊണ്ട് നാളികേരം 2 തവണയായിട്ട് ഞാൻ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. അതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് മാറ്റി വയ്ക്കാം. നമ്മൾ കുറച്ച് മുന്നേ ശർക്കര ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ മെൽറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് മുഴുവനായിട്ടൊന്നും മെൽറ്റായി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് വേറൊരു അടുപ്പത്തേക്ക് മാറ്റി വെച്ചിട്ട് ഈ ഒരു അടുപ്പത്ത് നമുക്ക് നാളികേരം വറുത്തെടുക്കാനായിട്ട് ഒരു പാത്രം വെച്ച് കൊടുക്കുക. കുറച്ച് വലിയ പാത്രം തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അത് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു ശർക്കര മെൽറ്റായത് മുഴുവനായിട്ട് മെൽറ്റായി കിട്ടിയിട്ടോ. ഇനി നമ്മളിതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ അരപ്പുണ്ടല്ലോ, നമ്മുടെ നാളികേരവും പച്ചമുളകും ചെറിയ ജീരകവും കൂടി അരച്ചിട്ടുള്ളത്, ആ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നല്ല രീതിക്ക് മിക്സ് ചെയ്ത് വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിന് ശേഷം നമ്മുടെ ബാക്കി നാളികേരം വറുക്കുന്ന ആ ഒരു പരിപാടി ഉണ്ടല്ലോ അത് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫാക്കി. ഇനി ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നേരത്തെ ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ നാളികേരം ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുകയാണ്.
ഇനി അത് നല്ല രീതിക്കൊന്ന് വറുത്തെടുക്കണം. ഒരുപാട് ഡാർക്കായിട്ട് ഫ്രൈ ചെയ്തെടുക്കണ്ട. എന്നാൽ ഈ ഒരു നാളികേരത്തിൻ്റെ കളറിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വരുന്ന സമയം വരെ നമുക്കിത് വറുക്കണം. അപ്പോൾ ഏകദേശം ഒന്ന് വറവ് റെഡിയായി വന്ന സമയത്ത് അതൊരു 4 ഭാഗത്തേക്ക് നീക്കിയതിന് ശേഷം ആ ഒരു സ്ഥലത്ത് കണ്ടില്ലേ കുറച്ച് നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ആ നെയ്യിലേക്ക് നമ്മൾ കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം അതുകൂടി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് വേറെ വേറെ പാത്രത്തിൽ ചെയ്യണതിന് പകരം ഞാൻ എടുത്തിട്ടുള്ളത് വലിയ പാത്രം ആയതുകൊണ്ട് ഇങ്ങനെ തന്നെ ഈ ഒരു പാത്രത്തിൽ തന്നെ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഇനി അത് മിക്സ് ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം വീണ്ടും 4 ഭാഗത്തേക്ക് മാറ്റിയതിന് ശേഷം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ്. ആ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് കടുകാണ് കേട്ടോ. അതിന് ശേഷം കടുക് നല്ല രീതിക്ക് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വറ്റൽമുളകും കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതും നമുക്ക് വേറൊരു പാത്രത്തിൽ ചെയ്യാവുന്നതാണ്. ഞാൻ അതും ഈ ഒരു ഒന്നിച്ച് തന്നെയാണ് ചെയ്തെടുക്കുന്നത്. ഈ ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ, അതായത് ഈ ഒരു കടുക് മുളക് കറിവേപ്പില വറവ് ഒഴിക്കുക എന്നുള്ളത് അത് ലാസ്റ്റ് ചെയ്താലും മതി കേട്ടോ. ഞങ്ങളെപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ കാണിച്ചു തരുന്നത്. ഇനി നമ്മുടെ നാളികേരം ഒന്നും കൂടി ഒന്ന് കളർ മാറിയതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, കൂട്ടുകറിയുടെ ആ ഒരു പച്ചക്കറിയും അതുപോലെ കടലപ്പരിപ്പൊക്കെ വേവിച്ച ആ ഒരു മിക്സ്, അത് ഈ നാളികേരത്തിലേക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്യുക. നമ്മൾ വേവിച്ച് വെച്ച ആ പച്ചക്കറിയും കടലപ്പരിപ്പും എല്ലാം കൂടെ ഒന്നിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കരുത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നാളികേരം അതിൻ്റെ എല്ലാ ഭാഗത്തും എത്താത്ത പോലെ ആയിപ്പോകും. കുറച്ച് ഇട്ടതിന് ശേഷം നല്ല രീതിക്ക് മിക്സ് ചെയ്ത് നമുക്ക് ഇത് സെറ്റാക്കി എടുക്കാം കേട്ടോ. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അവസാനം ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ കൂട്ടുകറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ് കേട്ടോ. സദ്യയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ ഒരു കൂട്ടുകറിയും അതുപോലെ തന്നെ നമ്മുടെ അവിയലുമാണ്. ഇത് എത്ര കിട്ടിയാലും ഞാൻ കഴിക്കും കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇതിനൊരു മധുരം ഉള്ളതാണ്. ചില സ്ഥലത്തൊക്കെ ഞാൻ കൂട്ടുകറിയെന്ന് കേട്ടിട്ടുള്ളത് മധുരം ഇല്ലാത്തൊരു കറിയാണ്. കടലയൊക്കെ വേവിച്ചിട്ടിട്ടുള്ളൊരു കറിയാണ്. പല സ്ഥലത്തും പല രീതിക്കാണ് ഈ ഒരു കറി എന്നല്ല, എല്ലാ തരത്തിലുള്ള കറികളും ഉണ്ടാക്കുന്ന രീതിക്ക് നല്ല മാറ്റം ഉണ്ടായിരിക്കും. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ ഒരു രീതിക്കാണ് കൂട്ടുകറി തയ്യാറാക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ കൂട്ടുകറി തയ്യാറാക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഈ ഓണത്തിന് ഈ ഒരു രീതിക്ക് കൂട്ടുകറി ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം.